റജബുന് ശഹുറുല്ലാഹ്, റജബുന് ശഹുറുല്ലാഹ്. അല്ലാഹുവിന്റെ മാസം വന്നടോ, അല്ലാഹുവിന്റെ മാസം വന്നടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാസമായ റജബിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിക്കോ. പാപങ്ങൾ കഴുകിയിട്ട് പിരിയാ, പാപങ്ങൾ കഴുകിയിട്ട് പിരിയാ. ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞിട്ട് പോകുന്ന ഹാജിയെ പോലെ നമുക്ക് മടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. നാളെ നേരം വെളുത്ത് കഴിയുമ്പോ പരിശുദ്ധമായ റമദാനിന് മുന്നൊരുക്കമായി ഒരുങ്ങുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ രാത്രിയിൽ കുറച്ചു സമയം അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിനക്ക് തന്ന ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു, ഞാൻ നിനക്ക് വേണ്ടി തന്ന സമയം എന്തിനു നീ ചെലവഴിച്ചു എന്ന് പറയുമ്പോ, അള്ളാഹുവേ എനിക്ക് നീ തന്ന ആയുസ്സിൽ 1 മണിക്കൂർ ഞാൻ സ്വർഗത്തിലിരുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ 2 ആയത്തിന്റെ പ്രത്യേകത, ആ 2 ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാം. 2 ആയത്തേ ഉള്ളൂ. ഈ 2 ആയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ 2 ആയത്ത് പാരായണം ചെയ്തിട്ട് വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. റജബ് നാളെ തുടങ്ങല്ലേ, എത്ര വലിയ ഭാഗ്യവാടോ. സൂറത്തു തകാസുർ. ഏത് സൂറത്ത്? നബിതങ്ങള് പറയുന്ന സൂറത്തു തകാസുർ ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതാൻ അറിയില്ലേ? വെറുതെ ഓതിയാ പോരാ. ഇത് വെറുതെ ഓതിയാ നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതെങ്ങനെ ഓതണം? ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവര് കരയണം, അല്ലാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണം. നമുക്ക് അഭിനയിക്കാം, എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ കണ്ണ് നിറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.